വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായനയുടെ വഴികാട്ടിയായ പി.എൻ. പണിക്കർ എന്ന മഹാപ്രതിഭയുടെ വാക്കുകളാണിത്. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി 1909 മാർച്ച് 1 പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി.എൻ. പണിക്കർ ജനിച്ചു. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പി.എൻ. പണിക്കർ. എൽ.പി. സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം കൂട്ടുകാർക്കൊപ്പം വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല ആരംഭിച്ചാണ് ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചത്. 1945 സെപ്റ്റംബറിൽ അദ്ദേഹം തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിക്കുകയും 1958 കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിക്കുകയും ചെയ്തു. നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി 1977 കാൻഫെഡ് എന്ന കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് അദ്ദേഹം രൂപം നൽകി. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം പ്രവർത്തിച്ചു. പൗരബോധമുള്ള ജനങ്ങളാണ് രാഷ്ട്രത്തിന്റെ സമ്പത്തെന്നും അതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് എന്തെന്നും അദ്ദേഹം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം കേരളത്തിലെ ഗ്രാമങ്ങളിൽ എത്തിയതോടെ ഗ്രന്ഥശാലകൾ സാക്ഷരതാ പ്രവർത്തനത്തിന് വേദികളായി. രാഷ്ട്ര വികസനത്തിന് ഓരോ പൗരന്റെയും മഹത്വം വെളിപ്പെടുത്തി നൽകിക്കൊണ്ട് 1995 ജൂൺ 19 അദ്ദേഹം ഒരു ഓർമ്മയായി. അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി 2004 ജൂൺ 19 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2017 കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു.